നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടബാധ്യതയെ തുടർന്ന് KSRTC ജീവനക്കാരനും ഭാര്യയും ജീവനൊടുക്കിയ സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പത്തനാപുരം വിളക്കുടിയിലാണ് ദമ്പതികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ചവറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നീന്തൽക്കുളത്തിന് ശിലയിട്ടു. നിലവിലുള്ള കുളം നവീകരിച്ചാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും 32 ലക്ഷം രൂപ വിനിയോഗിക്കും. പ്രസിദ്ധമായ ആനയടി ഗജമേള നടന്നു. 60 ആനകളാണ് ഗജമേളയിൽ പങ്കെടുത്തത്. കൊല്ലം വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കാല. വിശദമായ വാർത്തകളിലേക്ക്. കടബാധ്യതയെ തുടർന്ന് KSRTC ജീവനക്കാരനും ഭാര്യയും ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പത്തനാപുരം വിളക്കുടിയിലാണ് ദമ്പതികൾ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട് വിട്ടിറങ്ങിയ ദമ്പതിമാരെയാണ് സംശയ സാഹചര്യത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. KSRTC പുന്നൂർ ഡിപ്പോയിലെ കണ്ടക്ടർ വിളക്കുടി സ്വദേശി വിജേഷ്, ഭാര്യ രാജി എന്നിവരെയാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 മണിയോടെ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപം നൃത്തസംഘം സഞ്ചരിച്ച ട്രാവലിന് മുന്നിലേക്ക് ചാടിയാണ് രാജി ജീവനൊടുക്കിയത്. സംഭവ സമയം രാജി ധരിച്ചിരുന്നത് ഭർത്താവിന്റെ ഷർട്ടായിരുന്നു. നിലവിളിയോടെ ഓടിയെത്തിയ രാജി വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്ന് പറയുന്നു. യുവതിയെ പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് വിജേഷിന്റെ മൃതദേഹം വിളക്കുടി ജംഗ്ഷന് സമീപത്തെ പാറക്കൂട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ആത്മഹത്യക്ക് പിന്നിൽ കടബാധ്യത എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും ബന്ധുക്കളും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. വിസ്മയം എന്ന പേരിലാണ് കലാമേള സംഘടിപ്പിച്ചത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. വിസ്മയം 2024 എന്ന പേരിലായിരുന്നു കലാമേള സംഘടിപ്പിച്ചത്. കലാമേളയുടെ സമാപന സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി നിർവഹിച്ചു. അവരുടെ മഹത്വം എന്താണ്, അവരുടെ ക്ഷേമപ്രവർത്തനം, ക്ഷേമാവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒരു സമൂഹ മനസാക്ഷിക്ക് നേരെ കണ്ടു മനസ്സിലാക്കുവാനുള്ള ഒരു പ്രകടനമാണ് ഇവിടെ നടന്നത്. തീർച്ചയായും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകേണ്ട, നമ്മളെക്കാളൊക്കെ വലിയ ശേഷിയുള്ള ഈ മക്കളെല്ലാം ഒരുപക്ഷെ അവരുടെ രക്ഷകർത്താക്കൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ മക്കളുമാരുടെ ഓരോ ദിനങ്ങളും കഴിച്ചുകൂട്ടുന്നത്. അവർക്കൊക്കെ വലിയ ആശങ്കയുമുണ്ട് മക്കളെ കുറിച്ച്. ആ ആശങ്കയൊക്കെ മാറ്റി നിർത്തുവാനാണ് നമ്മുടെ ഗവൺമെന്റ് ത്രിതല പഞ്ചായത്തുകളിലൂടെ കൃത്യമായി അനിവാര്യമായി മാറ്റിവെക്കേണ്ട ഇത്ര ശതമാനം മിനിമം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ വളർച്ചയ്ക്ക്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഭവനനാഥൻ സമ്മാനദാനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു. S. രേഖ, രജനി ബിജു, ലീന രാജു, അനിതാദേവി, ദേവു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചവറ ഗേൾസ് ഹൈസ്കൂളിൽ നീന്തൽക്കുളത്തിന് ശിലയിട്ടു. നിലവിലുള്ള കുളം നവീകരിച്ചാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും 32 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത്. ചവറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നീന്തൽക്കുളം നിർമ്മിക്കുന്നതിനായാണ് ശിലയിട്ടത്. നിലവിലുള്ള കുളം നവീകരിച്ചാണ് നീന്തൽക്കുളമാക്കുന്നത്. ഇതിനായി MLA ഫണ്ടിൽ നിന്നും 32 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ശിലാസ്ഥാപനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാസൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. വെള്ളത്തിൽ ഊറ്റി കുറവാണെന്നാണ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറ് പറഞ്ഞത്. സാറിന്റെ ഒരു നിരീക്ഷണം അനുസരിച്ചിട്ട് ചെളി മാറ്റിക്കഴിഞ്ഞാലും അത്ര കണ്ട് നീര് വരാൻ സാധ്യത കുറവാണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, കുറച്ചുകൂടി നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനതിൽ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ അത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് രണ്ടാം ഘട്ടം നല്ല രീതിയിൽ പെർഫെക്റ്റ് ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ എല്ലാ സബ് ജില്ലയിലും ഒരു സ്വിമ്മിംഗ് പൂൾ വേണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ ഒരു ആശയം. കാരണം ഈ എല്ലാ സ്കൂളുകളിലും സ്വിമ്മിംഗ് പൂൾ വരുത്താൻ സാധ്യതയില്ല. അപ്പോൾ മറ്റ് സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് പഠിക്കാനുള്ള അവസരം അവർക്കൊരു സമയം വെച്ചിട്ട് നമുക്ക് ടേം അനുസരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസത്തിൽ ഇപ്പം സർവ്വസാധാരണമായി കൊണ്ടിരിക്കുക. നമ്മൾ കണ്ണൂരിലെ ബോയ്സ് ഹൈസ്കൂൾ നോക്കിയാലും മലപ്പുറം പബ്ലിക് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ നോക്കിയാലും അവിടെ എല്ലാം വലിയ സ്വിമ്മിംഗ് പൂളാണ്. വലിയ സ്വിമ്മിംഗ് പൂളോടുകൂടി തന്നെയാണ് ഇപ്പം പുതിയ നിർമ്മിതികൾ വന്നിരിക്കുന്നത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പിന്നീട് നമ്മൾ ഏതെങ്കിലും ട്രെയിനറുടെ സഹായത്തോടുകൂടി മറ്റേതെങ്കിലും ഇടത്തേക്ക് പോകേണ്ട സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇനി നമുക്ക് സ്വന്തമായി ഒരു നീന്തൽക്കുളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. പലപ്പോഴും
ദിവസം പത്രം വായിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഒരു കുടുംബത്തിലെ 3 പേർ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് മരണത്തിലേക്ക് പോയ വാർത്തയും നമ്മളുണ്ട്. കാരണം ഇന്ന് നീന്തൽ അറിയാവുന്ന ആളുകളുടെ നീന്തൽ പരിശീലനം കിട്ടിയവരുടെ എണ്ണം വളരെ കുറവാണ്. നീന്തൽ അറിയാൻ വയ്യാത്ത ആളുകൾ നിരവധി ആളുകളുടെ വേണ്ടിയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് നീന്തൽ പരിശീലനം കൂടി നൽകിയാൽ അവർ സ്വയം രക്ഷയ്ക്ക് മാത്രമല്ല ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കൂടി അവരുടെ ഈ പറയുന്ന നീന്തൽ പരിശീലനത്തിലൂടെ അറിവിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, പഞ്ചായത്ത് അംഗം ലിൻസി ലിയോ, DEO P സജി, PTA വൈസ് പ്രസിഡന്റ് A അനിൽകുമാർ, പ്രഥമാധ്യാപിക TD ശോഭ, മുഹമ്മദ് മുസ്തഫ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പൊട്ടവും ഒക്കെ ഇല്ലെങ്കിൽ പൂരങ്ങൾക്കും ഗജമേളകൾക്കും എന്ത് പ്രസക്തി? ഉത്സവ ചമയ നിർമ്മാണത്തിൽ വിജയഗാഥ രചിക്കുന്ന ഒരു വീട്ടമ്മ കൊല്ലത്തുണ്ട്. ആദിച്ചനല്ലൂർ സ്വദേശി നീതു എന്ന തുഷാരയുടെ വസതിയിൽ ഉത്സവകാലത്തും അല്ലാത്തപ്പോഴും തിരക്കോട് തിരക്കാണ്. കൊല്ലം ആദിച്ചനല്ലൂർ പ്ലാക്കാട് കൈത്തറി ജംഗ്ഷനിൽ പുണർദത്തിൽ ബിനീഷിന്റെ ഭാര്യ തുഷാരയാണ് വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവും ഒക്കെ നിർമ്മിച്ച് ജീവിതപാതയിൽ നവലോകം സൃഷ്ടിക്കുന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം ഇനി എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലത്താണ് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാലോ എന്ന ആലോചനയുണ്ടായത്. അങ്ങനെയാണ് 2016 കരകൗശല വസ്തു നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നതും അത് പഠിക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കുകയും ചെയ്തത്. തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ പരിശീലനത്തിന് ചേർന്ന് ക്രാഫ്റ്റ് വർക്ക് പഠിച്ചു. എന്നാൽ വ്യാവസായികാടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങാൻ മൂലധനം കണ്ടെത്താനാകാതെ ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൊറോണ കാലത്ത് വെറുതെ വീട്ടിൽ നിന്ന് മടുത്തതോടെ ഉള്ളിന്റെ ഉള്ളിൽ കുഴിച്ചുമൂടിയിരുന്ന ചിത്രരചനയും ക്രാഫ്റ്റ് നിർമ്മാണവും പൊടിതട്ടിയെടുത്ത് പരിശീലനം പുനരാരംഭിച്ചു. തുഷാരയുടെ കഴിവുകൾ കണ്ടെത്തിയ ഭർത്താവിന്റെ കുഞ്ഞമ്മയാണ് ആദ്യമായി ഒരു നെറ്റിപ്പട്ടത്തിന് ഓർഡർ നൽകി അഡ്വാൻസായി കുറച്ച് പണം നൽകുകയും ചെയ്തത്. ഇതായിരുന്നു തുഷാര എന്ന സംരംഭകയുടെ ആദ്യ മൂലധനവും പ്രചോദനവും. അങ്ങനെ ആദ്യമായി നിർമ്മിച്ച നെറ്റിപ്പട്ടം കൊട്ടാരക്കര ഗണപതിക്ക് സമർപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് തുഷാര പറയുന്നത്. ഇത് പഠിച്ചിട്ട് ഞാനൊരു 7-8 വർഷത്തോളമായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് ഇതിൻ്റെ ഓരോ മെറ്റീരിയൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് ആവും. അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് ഇതൊരു വഴി തുറന്നു തന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്. അതായത് ഹസ്ബൻഡ് അമ്മയുടെ അനുജത്തിയാണ്. ആദ്യമായിട്ട് എനിക്കൊരു മൂലധനം തരികയും ഞാൻ അതിനകത്തുനിന്ന് ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണി ഗണപതിക്കാണ് ഞാൻ ആദ്യമേ സമർപ്പിച്ചത്. ഭർത്താവിന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായപ്പോൾ സംരംഭം 100% വിജയം കൈവരിച്ചു. വീട്ടിലുള്ളവർ ഹസ്ബൻഡ് തന്നെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനും എന്ത് വേണമെന്ന് പറഞ്ഞാൽ തന്നെയും ഇപ്പം മെറ്റീരിയൽസ് മേടിക്കാൻ പോകണമെങ്കിൽ തന്നെ അത് തിരക്കി നടന്ന് എനിക്കത് വാങ്ങിച്ചു തരാറുണ്ട്. പിന്നീട് വ്യാവസായികമായി നിർമ്മാണം കൂട്ടുകയും വിപണി കണ്ടെത്തുന്നതിനുള്ള മാർഗം ആരായുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തുഷാര അംഗമായിട്ടുള്ള ആദിച്ചനല്ലൂർ 4-ാം വാർഡിലെ സഖി എന്ന കുടുംബശ്രീ അംഗങ്ങളുടെ കലവറയില്ലാത്ത പ്രോത്സാഹനം കൂടി കിട്ടിയത്. ഇത് ആത്മധൈര്യം വർദ്ധിപ്പിക്കുകയും കുടുംബശ്രീ മിഷനിൽ തുഷാര ഫുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന പേരിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ മറ്റംഗങ്ങളും സുഹൃത്തുക്കളുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ ആത്മധൈര്യം വർദ്ധിച്ച തുഷാര മുമ്പ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, മറ്റ് പലഹാര നിർമ്മാണവും വിപുലപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഓൺലൈൻ വഴിയും ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയതായി തുഷാര സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് നല്ല രീതിയിൽ സഹായമായിട്ടുള്ളത് കുടുംബശ്രീ മിഷൻ വഴി ഞങ്ങളുടെ ചെയർപേഴ്സണും കൗൺസിലറും ഞങ്ങളുടെ വാർഡ് മെമ്പറും എല്ലാം എന്നോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. പഠനശേഷം സർക്കാർ ജോലി കാത്തിരിക്കുന്നവരോടും അല്ലാത്തവരോടും തുഷാരയ്ക്ക് പറയാനുള്ളത് സ്വന്തം പ്രയത്നങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും തന്നെയാണ്. നാം പഠിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയ ഏത് സംരംഭങ്ങളും അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുകയും അതിന് മാർക്കറ്റ് കണ്ടെത്താനാവുകയും ചെയ്താൽ നല്ലൊരു വരുമാന മാർഗം കണ്ടെത്താനാകുമെന്നാണ് തന്റെ അനുഭവവും ജീവിത ലക്ഷ്യപൂർത്തിയും ചൂണ്ടിക്കാട്ടി തുഷാര വിവരിക്കുന്നത്. എനിക്കൊരു കുടുംബ സംരംഭമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ എനിക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയിലേക്കാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചിട്ടുള്ള ഒരു കൈത്തൊഴിലായ ഒരു നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പം എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റുള്ള വീട്ടമ്മമാരെയും വീട്ടിലിരിക്കുന്ന മറ്റ് ജോലിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാരാണല്ലോ കൂടുതലും, അവർക്ക് കൂടി എന്തെങ്കിലും ഒരു പ്രചോദനമാവട്ടെ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കോൺഗ്രസ് പ്രസ്ഥാനത്തെ കാലാതീതമായി നയിച്ച യുഗപ്രഭാവനായിരുന്നു തോപ്പിൽ രവി എന്ന് ചാണ്ടി ഉമ്മൻ MLA. തോപ്പിൽ രവിയുടെ 35ാം ചരമവാർഷിക ഉദ്ഘാടനവും സാഹിത്യ പുരസ്കാര വിതരണവും കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ.
ഒരു കാലത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയെല്ലാം കേന്ദ്ര ബിന്ദുവായിരുന്നു തോപ്പിൽ രവി എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പ്രസംഗത്തിലും പ്രഭാഷണത്തിലും സംഘാടക മികവിലും എല്ലാവർക്കും മാതൃകയായിരുന്നു തോപ്പിൽ രവി എന്ന് ചാണ്ടി ഉമ്മൻ അനുസ്മരിച്ചു. നമ്മുടെ നാടിനെയും നമ്മുടെ കൊല്ലത്തെയും കേരളത്തെയൊക്കെ നയിച്ച ഒരു നേതാവ്, അത് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി, ഉജ്ജ്വലനായ പ്രാസംഗികൻ, ഏറ്റവും മികച്ച ഒരു സംഘാടകൻ. അതുപോലെ തന്നെ എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം, നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മുദ്രാവാക്യം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ശരിക്കും പറഞ്ഞാൽ നമ്മളിലൊക്കെ ഒന്നാണ് എന്നുള്ള വലിയ ഒരു മുദ്രാവാക്യമാണ്. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പ്രിയപ്പെട്ട തോപ്പിൽ രവി അവർകൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് നമ്മളെ വിട്ട് പോയിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും, ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാണ്. PC വിഷ്ണുനാഥ് MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് A ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി സുധാ മേനോൻ അവാർഡ് ഏറ്റുവാങ്ങി. ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി S സുധീശൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ MR തമ്പാൻ, സൂരജ് രവി, സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ലഭിച്ച ആഹ്ലാദത്തിലാണ് പൊതുപ്രവർത്തകനായ J ശങ്കരപ്പിള്ള. എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം പിന്നീട് SBIയിൽ ജോലി നോക്കി. പിന്നീട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ജീവകാരുണ്യ രംഗത്ത് സജീവമാവുകയുമായിരുന്നു. ഓച്ചിറ ചങ്ങൻകുളങ്ങര മഠത്തിൽ J ശങ്കരപ്പിള്ളയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആശംസാ കാർഡ് ലഭിച്ചത്. 20 വർഷക്കാലം വായുസേനയിലും പിന്നീട് 8 വർഷക്കാലം പ്രവാസിയായതിനും ശേഷം SBTയിൽ ജോലി നോക്കി. പിന്നീട് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി ഇദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാവുകയായിരുന്നു. 13 വർഷത്തോളമായി പൊതുജന രംഗത്ത് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ എന്നുള്ള വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പലവിധത്തിലുള്ള പ്രവർത്തന ശൈലി എൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളിതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഫലമോ ഒരു പേപ്പർ പോലോ ഞാൻ കൈപ്പറ്റാതെയായിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ കാഴ്ചവെച്ചിരുന്നത്. പ്രവാസികളുടെ ഭാഗത്തായാലും ശരി, നാട്ടിൻ്റെ ഭാഗത്തായാലും ശരി, ഓച്ചിറ ജനമൈത്രി പോലീസിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുമ്പോഴാലും ശരി, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കൂടെ 8 വർഷം പ്രവർത്തിച്ച കാലങ്ങളിലായാലും ശരി, എല്ലാവർക്കും എന്നെ അറിയാവുന്ന കാര്യം. വിവിധ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെ നാഷണൽ ഫാമിലി ബെനിവലന്റ് ഫണ്ടിൽ നിന്ന് വിധവകൾക്ക് 20,000 രൂപ ലഭിക്കുന്ന പദ്ധതിക്ക് വേണ്ടിയുള്ള നിരന്തര ഇടപെടൽ നടത്തി. എന്നാൽ പദ്ധതിയുടെ ആനുകൂല്യം പലർക്കും ലഭിച്ചില്ല. ഇതേ തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടുകയും നിരന്തരം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് പദ്ധതി സജീവമായി ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. അതായത് നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം എന്നാണ് അതിൻ്റെ പേര്. 60 വയസ്സിന് പ്രായപൂർത്തിയാകാതെ മരിക്കുന്ന ഭർത്താക്കന്മാർക്ക് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും 20,000 രൂപ കൊടുക്കുന്ന ഒരു സ്കീമാണ്. BPL കുടുംബത്തിനാണ് ഇത് കിട്ടേണ്ടത്. പ്രവാസികളുടെ മരണപ്പെട്ടവരുടെ സാന്ത്വന സഹായം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പ്രവാസി സഹായം ലഭിക്കുകയും ഈ സഹായം ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് പരാതിയായിട്ടെത്തി ഈ സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കൊല്ലം കളക്ടറെ ഞാൻ നേരിട്ട് പോയി ബന്ധപ്പെടുകയും അദ്ദേഹം എന്നെ തൈസരെ കാണാൻ പറയുകയും ചെയ്തു. കരുനാഗപ്പള്ളി തഹസീൽദാരെ കണ്ടപ്പോഴാണ് അറിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരാത്തതുകൊണ്ടാണ് ഇത് മുടങ്ങിക്കിടക്കുന്നതാണ് എനിക്ക് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഈ വിവരം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങയുടെ ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഈ വിഷയം നടപ്പാക്കാതെ പോകുന്നതെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് മറുപടി തരികയും എൻ്റെ കത്ത് കേരള ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായിട്ട് ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് കേരളത്തിൽ മാത്രം നടക്കേണ്ട ഒരു വിഷയമല്ലെന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ഒരു വിഷയമാണെന്നും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പല ദിവസവും 2-3 ദിവസങ്ങൾ രാത്രികാലങ്ങളിൽ അക്ഷയ സെൻറ്ററിൽ കൂടി ഈ ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ആ കണക്ക് വീണ്ടും ഞാൻ പ്രധാനമന്ത്രി ശ്രദ്ധയപ്പെടുത്തുന്നു. സാർ, കേരളത്തിലെ മാത്രമല്ല എനിക്ക് ആവശ്യം, ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് കിട്ടേണ്ട അർഹതയുണ്ടെന്നും അത് കൊടുക്കപ്പെടാതിരിക്കുകയാണെന്നും അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു സഹായം ഈ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കണമെന്നും ആ ആവശ്യം 2ാമത്തെ പ്രാവശ്യം ഞാൻ പ്രധാന ശ്രദ്ധപ്പെടുത്തി. അതിന് എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാണ് ശങ്കരപ്പിള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നത്.
തന്റെ 77ാമത്തെ ജന്മദിനത്തിലാണ് പ്രധാനമന്ത്രി ബർത്ത്ഡേ ആശംസാ കാർഡ് അയച്ചത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി ഇതിനെ കരുതുകയാണ് ശങ്കരപ്പിള്ള. ഈ പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് ഒരു വലിയ അംഗീകാരമാണ്. എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അദ്ദേഹം എനിക്ക് മെയിൽ ചെയ്തിരുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പത്തനാപുരം ഗാന്ധി ഭവനും ലയൺസ് ക്ലബ്ബും സംയുക്തമായി നടപ്പിലാക്കിയ വിശപ്പ് രഹിത പത്തനാപുരം പദ്ധതി 100 ദിവസം പിന്നിട്ടു. നഗരത്തിലെത്തുന്ന അവശർക്കും തൊഴിലാളികൾക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന വിശപ്പ് രഹിത പത്തനാപുരം പദ്ധതിയാണ് 100ാം ദിവസം പിന്നിട്ടത്. ലയൺസ് ക്ലബിന്റെ വിശപ്പ് രഹിത പദ്ധതിയുടെ 100ാം ദിന ഭക്ഷണപ്പൊതി വിതരണോദ്ഘാടനം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി നിർവഹിച്ചു. പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, ഞങ്ങളേറെ സന്തോഷത്തോട് തുടങ്ങിയ ഒരു പദ്ധതി, അതായത് ബന്ധപ്പെട്ട ലയൺസ് ക്ലബിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് വിശപ്പ് രഹിത പത്തനാപുരം എന്ന പദ്ധതി നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ആരംഭിച്ച സമയത്ത് തന്നെ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ ഞങ്ങൾക്ക് ഒരു ഉറപ്പ്, ഒരു ദിവസം പോലും ഇതിന് മുടക്കമുണ്ടായില്ല. ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആ ലയൺസ് ക്ലബിന്റെ നിശ്ചയദാർഢ്യം ഇന്ന് 100ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഗാന്ധി ഭവന്റെയും പ്രിയപ്പെട്ട ലയൺസ് ക്ലബിന്റെയും മുഴുവൻ ഭാരവാഹികളെ ഞാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഈ പദ്ധതി വന്നേ പിന്നെ നമുക്കറിയാവുന്ന, നേരിട്ടറിയാവുന്ന തന്നെ നിരവധി പേർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി. ഗ്രാമപഞ്ചായത്ത് അംഗം സനൂജ ദിലീപ്, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ഡോക്ടർ KG ഉണ്ണിത്താൻ, ചന്ദ്രശേഖരൻ നായർ, സക്കീർ തുടങ്ങിയവർ ഭക്ഷണപ്പൊതികൾ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. ദിനവും 180 ഭക്ഷണപ്പൊതികളാണ് പാവപ്പെട്ടവർക്കായി നൽകുന്നത്. പദ്ധതി 365 ദിവസം ഭക്ഷണം നൽകുന്നതാണെങ്കിലും അടുത്ത വർഷവും പദ്ധതിക്ക് തയ്യാറാണെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. വിശപ്പ് രഹിത പത്തനാപുരം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം മുഴുവൻ 365 ദിവസവും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. ഇപ്പോൾ ഇന്ന് ഇത് 100ാമത്തെ ദിവസമാണ്. ഇനി മുടങ്ങാതെ 265 ദിവസം കൂടി ഇത് തുടർന്ന് നൽകും. അത് കഴിഞ്ഞും ഒരു വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുവാനുള്ള പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രസിദ്ധമായ ആനയടി ഗജമേള നടന്നു. 60 ആനകളാണ് ഗജമേളയിൽ പങ്കെടുത്തത്. ഇതോടെ പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനും സമാപനമായി. ഗ്രാമപ്രദർശനത്തിന് ആനയടി അപ്പു ദേവന്റെ തിടംപേറ്റി. കേരളത്തിലെ അതിപുരാതനവും വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നുമായ ശൂരനാട് വടക്ക് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവവും ചരിത്രപ്രസിദ്ധമായ ഗജമേളയും സമാപിച്ചു. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗജവീരന്മാരെ അണിനിരത്തിയാണ് നരസിംഹമൂർത്തിയുടെ ഇഷ്ട തോരന്മാരായ ഗജവീരന്മാരെ വിശ്വാസികൾ നേർച്ചയർപ്പിച്ച് ഭഗവാന് മുന്നിൽ കാഴ്ച എഴുന്നള്ളത്ത് നടത്തുന്നത്. ജനുവരി 31 കൊടിയേറി 9 ഗജമേളയോടെയാണ് ആറാട്ട് തിരുവുത്സവം സമാപിക്കുന്നത്. ദേവസ്വത്തിന്റെ പരിധിയിൽപ്പെട്ട കരകളിൽ നിന്നും ഉൾപ്പെടെ 60-ൽ പരം ഗജവീരന്മാരാണ് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് മുന്നിൽ നേർച്ചക്കാഴ്ചയർപ്പിച്ച് സമീപത്തുള്ള പാടത്ത് അണിനിരന്നത്. ഗജമേളയുടെ ഭാഗമായി ഗജപൂജയും ആനയൂട്ടും ചരിത്രപ്രസിദ്ധമാണ്. ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടും ഗജമേളയും ദർശിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത്. ഗജമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനവും നരസിംഹ പുരസ്കാര സമർപ്പണവും ഏറെ പ്രസിദ്ധമാണ്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ജി ചന്ദ്രക്കുറുപ്പ്, സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള, ട്രഷറർ ആനയടി ബിനുകുമാർ, വൈസ് പ്രസിഡന്റ് ജി ജയൻ, ജോയിന്റ് സെക്രട്ടറി ടി മോഹൻകുമാർ എന്നിവർക്ക് പുറമെ ക്ഷേത്രം ഭാരവാഹികളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കൊല്ലം വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചന്ദ്രപ്പൊങ്കാല നടത്തി. കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചന്ദ്രപ്പൊങ്കാല നടന്നത്. സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രിയിൽ സമാപിക്കുന്ന ചടങ്ങാണ് ചന്ദ്രപ്പൊങ്കാല. അഷ്ടൈശ്വര്യങ്ങളുടെ അതിദേവതയെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നതാണ് വടക്കേവിള വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ക്ഷേത്ര സന്നിധിയിൽ എം നൌഷാദ് MLA ചന്ദ്രപ്പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ചു. വർക്കല ശിവഗിരി മഠത്തിലെ സ്വാമി ശിവനാരായണ തീർത്ഥ, ക്ഷേത്ര പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ക്ഷേത്ര സെക്രട്ടറിയും കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലറുമായ എ അനീഷ് കുമാർ, ക്ഷേത്രാചാര്യൻ കുമരകം ജിതിൻ ഗോപാൽ, ക്ഷേത്രമേൽശാന്തി ഹരിനമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ഉത്സവ സമാപന ദിനമായ ഫെബ്രുവരി 15-ന് ഗംഭീര കെട്ടുകാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, പള്ളിമുക്ക. കായംകുളം കൃഷ്ണപുരം വേതാളങ്കാവ് മഹാക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു. ഉത്സവത്തിന് സമാപനം കുറിച്ച് പൊങ്കൽ നടത്തി.
കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് വേതാളൻകാവ് മഹാദേവ ക്ഷേത്രത്തിലാണ് കലംപൊങ്കൽ നടന്നത്. ക്ഷേത്രത്തിൽ നടന്നു വന്ന ഉത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കൽ നടന്നത്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. രാവിലെ സോപാന സംഗീതം, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷമായിരുന്നു പൊങ്കൽ നടന്നത്. തുടർന്ന് അന്നദാനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കടബാധ്യതയെ തുടർന്ന് KSRTC ജീവനക്കാരനും ഭാര്യയും ജീവനൊടുക്കിയ സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പത്തനാപുരം വിളക്കുടിയിലാണ് ദമ്പതികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ചവറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നീന്തൽക്കുളത്തിന് ശിലയിട്ടു. നിലവിലുള്ള കുളം നവീകരിച്ചാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും 32 ലക്ഷം രൂപ വിനിയോഗിക്കും. പ്രസിദ്ധമായ ആനയടി ഗജമേള നടന്നു. 60 ആനകളാണ് ഗജമേളയിൽ പങ്കെടുത്തത്. കൊല്ലം വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ചന്ദ്രപ്പൊങ്കാല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.